ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കർണാടക സ്റ്റൈല് സോഫ്റ്റായ ഇഡ്ഡലിയും അതിന് കോമ്പിനേഷനായിട്ട് അടിപൊളി ടേസ്റ്റിലൊരു സാമ്പാർ റെസിപ്പിയുമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. കർണാടകയിലെ ഏത് ഹോട്ടലിൽ ചെന്നാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മല്ലിക ഇഡ്ഡലി എന്നും പറഞ്ഞ് കിട്ടും. അതിന് കോമ്പിനേഷനായിട്ട് അധികം പച്ചക്കറികളൊന്നും ഇല്ലാതെ ഒന്നോ രണ്ടോ പച്ചക്കറി മാത്രം ഇട്ടിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറും കിട്ടും. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഇഡ്ഡലിക്ക് നമ്മൾ അധികം ഉഴുന്നൊന്നും ചേർക്കുന്നില്ല. അതിനൊരു സ്പെഷ്യൽ ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 3 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പം ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ ഇഡ്ഡലി റൈസ് എടുത്താൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും. അല്ല, ഇഡ്ഡലി റൈസ് ഇല്ല, നോർമൽ നമ്മുടെ ദോശ അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പച്ചരിയാണെങ്കിൽ അതാണെങ്കിലും മതി. ഞാനിപ്പം പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഞാനിപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കുകയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ നൈറ്റ് ഡിന്നറായിട്ട് 4 അല്ലെങ്കിൽ 5 പേർക്ക് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു സ്പൂണിന് 2 സ്പൂണ് ഉഴുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം നമ്മൾ ഉഴുന്ന് ഇതിൽ ചേർക്കുന്നില്ല, 2 സ്പൂണ് ഉഴുന്ന് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി നമ്മൾ ഈ അരിയും ഉഴുന്നും ഒന്ന് 3-4 പ്രാവശ്യം കഴുകണം. കഴുകി കൊണ്ടുവന്ന അരിയിലേക്ക് 1 സ്പൂണ് ഉലുവ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് കവർ ചെയ്ത് 5 തൊട്ട് 6 മണിക്കൂർ നമ്മളിത് കുതിർക്കാൻ വെക്കണം. നമ്മൾ 5 അല്ലെങ്കിൽ 6 മണിക്കൂർ കുതിർക്കുക തന്നെ വേണം കേട്ടോ. ഈ ഉഴുന്നും അരിയും ഉലുവായും അല്ലെങ്കിൽ നന്നായിട്ട് കുതിർന്നില്ലെങ്കിൽ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂർ ഇവിടെ കുതിർത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നന്നായി കഴുകിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു മിക്സിക്കകത്തോ അല്ലെങ്കിൽ ഗ്രൈൻഡറിൻ്റെ അകത്തിട്ടോ നൈസായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പം ആദ്യം നമ്മൾ 1 കപ്പ് ചോറ് കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഞാനിവിടെ ഗ്രൈൻഡറിൻ്റെ അകത്താണ് ഇത് അരച്ചെടുക്കുന്നത്. ഇഡ്ഡലി നമ്മൾ എപ്പോഴും ഗ്രൈൻഡറിൻ്റെ അകത്ത് അരച്ചാലാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൻ്റെ അകത്ത് തന്നെ അരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ മിക്സിക്കകത്താണെങ്കിലും നമുക്ക് അരച്ചെടുക്കാം. അപ്പം ആദ്യമേ ചോറ് 1 കപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും ഉഴുന്നും ഉലുവായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല നൈസായിട്ട് ഫൈനായിട്ട് തന്നെ നമ്മളിത് അരച്ചെടുക്കണം. ഇത് കണ്ടോ, ഇപ്പം മാവെല്ലാം നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു മൺചട്ടിക്കകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാൻ പോവുകയാണ്. മൺചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ മൺചട്ടിക്കകത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. മൺചട്ടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വേറെ പാത്രത്തിലാണെങ്കിലും വെക്കുക. മൺചട്ടിക്കകത്ത് വെക്കുമ്പം കുറച്ച് നമ്മൾ ഇഡ്ഡലിക്കകത്ത് ഇച്ചിരി വെള്ളം മാവിലൊക്കെ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. രാവിലെ ആകുമ്പത്തേന് അത് കുറച്ച് വെള്ളമൊക്കെ കുറച്ചുകൂടെ കട്ടിയായിട്ട് നമുക്ക് മാവ് കിട്ടും. പിന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി നമ്മുടെ ആ ഗ്രൈൻഡറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്യണം. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്, നമ്മുടെ മെയിൻ ടിപ്പ്. ഇത് കണ്ടോ, ഇത് ഞാൻ ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി വന്ന മാവ് ഒരു തവി മാവെടുത്ത് ഒരു ബൗളിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിരുന്നതായിരുന്നു. അതിൻ്റെ മേലെ കുറച്ച് ഇതുപോലെ വെള്ളം വരും. നമ്മളിപ്പോൾ മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മേലെ ഇതുപോലെ കുറച്ച് വെള്ളം വരും. ആ വെള്ളം അങ്ങ് നമ്മൾ ഊറ്റിക്കളയണം. ഊറ്റിക്കളഞ്ഞിട്ട് ഈ മാവിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വേറെ വെള്ളം കൂടെ നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മാവ് നമ്മൾ പുതിയതായിട്ട് അരച്ച മാവിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇത് മെയിൻ ഒരു ടിപ്പാണ്. ഡെയിലി ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇത് അടിപൊളി ടിപ്പാണ്. നമ്മളിപ്പോൾ ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം ലാസ്റ്റ് വന്ന ഒരു തവി മാവെടുത്ത് നമ്മൾ മാറ്റി വെക്കണം. ഇപ്പം ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഒരു ദിവസമൊക്കെ നമുക്കത് വെക്കാം. ഫ്രിഡ്ജ് ഉള്ളവരാണെങ്കിൽ നമ്മളൊരു കണ്ടെയ്നറിനകത്തേക്ക് ഒരു തവി മാവെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മളിപ്പം ഇഡ്ഡലി ദോശ ഉണ്ടാക്കുമ്പോൾ ആ മേലത്തെ വെള്ളം അങ്ങ് കളഞ്ഞിട്ട് ആ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് നമ്മൾ മാവ് അരച്ച് വെക്കുമ്പോൾ തന്നെ ചേർക്കണം. ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പം നാളെ ഈ ഇഡ്ഡലി ഉണ്ടാക്കി ബാക്കി വരുന്ന മാവ് നമുക്ക് എടുത്ത് വെച്ചാൽ നെക്സ്റ്റ് ടൈം ഇഡ്ഡലി ഉണ്ടാക്കാൻ നേരത്ത് ആ മാവ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇനി നമ്മളിത് കവർ ചെയ്ത് ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ രാത്രിയിൽ അരച്ച് വെച്ചാൽ മതി. ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇഡ്ഡലിയുടെ മാവൊക്കെ അരച്ച് വെച്ചിരുന്നത്. രാത്രിയിലെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്നു. രാവിലെ ആയപ്പം നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കവർ ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ 1 കപ്പ് ചുമന്ന പരിപ്പും 1 കപ്പ് തുവരപ്പരിപ്പും സാമ്പാർ പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. 2 പരിപ്പില്ല, 1 പരിപ്പ്, ഏതെങ്കിലും 1 പരിപ്പായാലും മതി. ഞാനിപ്പോൾ 2 പരിപ്പും കൂടെ ഒന്നിച്ച് നമ്മൾ സാമ്പാർ ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള പുളിയും എടുത്ത് ഞാൻ വെള്ളത്തിലേക്ക് കുതിരാനിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകിയെടുത്ത ആ പരിപ്പ് 2 പരിപ്പും എടുത്തിട്ടുണ്ട്. അത് പരിപ്പ് നമ്മളൊരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ഒരു 5 മിനിറ്റും കൊണ്ട് പെട്ടെന്ന് പെടപെടേന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ കുക്കറിൻ്റെ അകത്തേക്ക് ഈ പരിപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ 1 തക്കാളി, കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, പിന്നെ സവാള, കരിവേപ്പില, പിന്നെ 1 ക്യാരറ്റ്. ഇത് മാത്രമേ ഞാൻ ഈ സാമ്പാറിനകത്ത് ഇടുന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ ഈ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പരിപ്പ് ഇപ്പം ക്യാരറ്റിന് പകരം 1 ഉരുളക്കിഴങ്ങ് ചേർത്താലും മതി, അല്ലെങ്കിൽ വഴുതനങ്ങ ഉണ്ടെങ്കിൽ 1 വഴുതനങ്ങ ചേർത്താലും മതി. ഇനി ആവശ്യത്തിന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഒരു എത്ര വേണം അത്രയും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സാമ്പാർ പൊടി. നമ്മൾ ഏത് സാമ്പാർ പൊടിയാണോ ഉപയോഗിക്കുന്നത് ആ സാമ്പാർ പൊടി 1 സ്പൂണ് സാമ്പാർ പൊടിയും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇത് കവർ ചെയ്ത് ഒരു 3 വിസിലാകുന്നിടം വരെ നമ്മളിതൊന്ന് വേവിക്കണം. 3 വിസിലായി കഴിയുമ്പോഴത്തേനും നമ്മുടെ പച്ചക്കറിയും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പം കണ്ടോ, ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു തവി കൊണ്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ച് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് തന്നെയാണല്ലോ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ടത്, അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ചട്ടിയോ ഏത് പാത്രത്തിലാണോ നമ്മൾ സാമ്പാർ ഒന്ന് കടുക് പൊട്ടിക്കുന്നത് അത് ഞാനിപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ, ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യമേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ജീരകം, കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കരിവേപ്പില, പിന്നെ ഒരു ഇച്ചിരി വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കായപ്പൊടി. ഇത്ര അധികം ഒന്നും നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത്ര മതി. ഇതൊരു അടിപൊളി ടേസ്റ്റുമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു സാമ്പാറുമാണ്. കായപ്പൊടിയും കൂടെ ചേർത്തു. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറിയും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾ ആ കുക്കറൊക്കെ ഒന്ന് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരും. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ്, നമ്മുടെ സാമ്പാർ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ ഇച്ചിരി നെയ്യ്, നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമ്പാറിലേക്ക് ഒരു ഇച്ചിരി നെയ്യും പിന്നെ ഒരു കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് മൂടി വെച്ചാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി നമ്മൾ മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്ന മാവുണ്ടല്ലോ, മാവ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഒന്നുകൂടെ ഒന്ന് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഈ മാവ് നമ്മൾ അധികം ഒന്നും ഇളക്കാൻ പാടില്ല കേട്ടോ. ഒത്തിരി നേരം ഇട്ട് ഇളക്കി മിക്സ് ചെയ്യരുത്. നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇപ്പം എത്ര ഇഡ്ഡലി ഉണ്ടാക്കാൻ ആവശ്യമുള്ള മാവ് മാത്രം നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുക്കണം. എപ്പോഴെപ്പോഴും മാവിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് ഭയങ്കര കട്ടിയായിപ്പോൾ പിന്നെ ഇഡ്ഡലി ഭയങ്കര ഹാർഡാകും. അതിന് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള മാവ് മാത്രം എടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മളിപ്പം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലിയുടെ മാവ് ഇഡ്ഡലി പാത്രത്തിലേക്ക് നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാത്തിലും ആവശ്യത്തിനുള്ള ഒത്തിരി അങ്ങ് ഒഴിക്കേണ്ട, ഒരു 3/4 പാത്രത്തോളം നമ്മൾ മാവ് ഒഴിച്ചാൽ മതി. ഈ മാവ് ഇച്ചിരി നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും. എന്നിട്ട് ഇതുപോലെ ആവശ്യത്തിന് ഉള്ള മാവെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മാവൊക്കെ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം തിളച്ചിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. ഇപ്പോൾ ഇഡ്ഡലി ഒക്കെ ഒഴിച്ചു, പാത്രം ഇവിടെ വെച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് വെച്ചേക്കുന്ന ഇഡ്ഡലി ഇതിലേക്ക് ഇറക്കി വെക്കണം. ഇഡ്ഡലി ഇറക്കി വെക്കുമ്പോൾ തന്നെ ആ നല്ല ചൂട് അതിനെ തട്ടിയാലാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇഡ്ഡലി എന്നങ്ങ് പൊങ്ങി വരിക. ഇപ്പോൾ ഒരു തട്ട് ഇഡ്ഡലി വെച്ചു, രണ്ടാമത്തെ തട്ട് വെക്കുമ്പോൾ ആ താഴത്തെ ഇഡ്ഡലി പാത്രത്തിൽ ഹോൾസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഇഡ്ഡലിയുടെ മേലെ വരണം, അതിൻ്റെ എയർ ഇങ്ങനെ മേലെ വരണം. അപ്പോൾ നമുക്ക് ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി വരും. ഇതുപോലെയാണ് ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി വെക്കുക. എന്നിട്ട് ഇത് കവർ ചെയ്തിട്ട് നമ്മളൊരു 10
10 മിനിറ്റ് വേവിച്ചാൽ മതി. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം തളിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചാലും മതി. ഇഡ്ഡലി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നല്ലപോലെ ചൂടാറിക്കഴിഞ്ഞാൽ കൈകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇഡ്ഡലി എടുക്കാം. അധികം പുളിയൊന്നും ഉണ്ടാവത്തില്ല, നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലിയും സാമ്പാറും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.